തിരിച്ചു ചെല്ലുമ്പോൾ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ പുസ്തകം മാത്രമല്ല അവതരിപ്പിക്കേണ്ടത്, ഇങ്ങനെയൊരു സാമൂഹ്യ സംരംഭം കൂടി ഉണ്ടായി വരുന്നു എന്നുള്ളത് കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്നൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായി. അത് കുട്ടികളോട് പറയാൻ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മറ്റുള്ളവരെ പുസ്തകത്തെ പോലെ തന്നെ ഈ ഒരു ഈവനിങ് പാരഡൈസിനെ കുറിച്ചും മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുകയാണ്. മറ്റ് പുസ്തകത്തിനെ കുറിച്ച് പറയാനില്ലെങ്കിൽ പോലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ള ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാധാകൃഷ്ണൻ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഞാനിവിടെ നേരത്തെ വന്നിട്ടുണ്ട്. ഈ ഭാഗത്തൂടെ ഇങ്ങനെ ഒരു സൈക്കിൾ യാത്രയായിട്ട് പോയിട്ടുണ്ട്. ഏകദേശം 2 മാസം എടുത്ത ഒരു യാത്ര. കേരളത്തെ അറിയാൻ, കേരളത്തിലുള്ള ഇത്തരം സാമൂഹ്യ സംരംഭങ്ങളെ കുറിച്ച് അറിയാനായിരുന്നു എൻ്റെ യാത്ര. ഈ അതിൻ്റെ ഭാഗമായിട്ട് കൊപ്പത്ത് കൃഷ്ണേട്ടൻ്റെ അവിടെ പോയി. അങ്ങനെ പലരെയും, പാലക്കാടുള്ള പലരെയും സന്ദർശിച്ചുകൊണ്ടുള്ള 14 ജില്ലകളിലൂടെയുള്ളൊരു യാത്രയായിരുന്നു. അത്തരം ഒരു യാത്ര നടത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കുന്ന പുതിയ തലമുറ വിദ്യാർത്ഥികളിൽ നല്ലൊരു മനോഭാവം, അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലുമൊക്കെ വ്യതിയാനം, തെറ്റായ കാര്യങ്ങളിൽ നിന്ന് അവരെ ശരിയായ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുമെങ്കിൽ, 1% കഴിയുമെങ്കിൽ അതിനുള്ളൊരു സാധ്യത ഉണ്ടാക്കുകയാണ് ആയിരുന്നു അത്തരം യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് ഒരു പരിധി വരെ സാധിച്ചിട്ടുണ്ട് എന്ന വിശ്വാസവും എനിക്കുണ്ട്. അത്തരം സാധ്യതയിലേക്കുള്ള ഒരു യാത്രയാണ് ഈ പുസ്തകവും ഈ ഇടവും എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇന്നത്തെ വൈകുന്നേരം ഒട്ടും മോശമല്ല, നമുക്കൊന്നും വളരെ അർത്ഥപൂർണമായ അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ സാധിക്കുന്ന വലിയ യാത്രയുടെ തുടക്കമായിട്ട് തന്നെ ഇതിനെ കാണുകയാണ്. എറണാകുളത്ത് കോളേജിലെ വിദ്യാർത്ഥികളെയും താല്പര്യമുള്ള വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ മറ്റുള്ളവരെയും മറ്റ് സമൂഹത്തിലെ മറ്റാളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ ഒരു ചർച്ച അടുത്ത മാസം തന്നെ, ജൂൺ മാസം തന്നെ സംഘടിപ്പിക്കാനും ഇത് സമൂഹത്തിലേക്ക് കൂടുതൽ എത്തിക്കുന്നതിനുള്ള ശ്രമം എൻ്റെ ഭാഗത്തു നിന്നും കൂടി ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംരംഭത്തിനും ഗ്രന്ഥകാരനും ഈ ഇടത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നുണ്ട്.